ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലേക്ക് കഴിക്കാനായിട്ട് പഴങ്കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെക്കേഷനായ കാരണം കുറച്ച് ലേറ്റൊക്കെ ആയിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. അപ്പോൾ പഴങ്കഞ്ഞി ആകുമ്പോൾ അതവിടെ റെഡിയായി ഇരിപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് കാലത്തെ കാര്യങ്ങൾ എളുപ്പമാണ്. ഇപ്പോൾ 2 തരം കറിയും മാങ്ങച്ചാറും തൈരും ചുവന്നുള്ളിയും കാന്താരിമുളകും ഉണക്കമീനും കൂട്ടി പഴങ്കഞ്ഞിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാറുണ്ട്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് രാവിലെ പഴങ്കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കറിവേപ്പില പൊട്ടിക്കാനായിട്ട് പറമ്പിലോട്ട് ഇറങ്ങി. കറിവേപ്പില നമ്മൾ മേടിക്കാറില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്. വലിയ മരമായിരുന്നു, ഇപ്പോൾ അത് കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി. എന്നാലും നമ്മുടെ ആവശ്യത്തിനും അടുത്ത വീട്ടിലെ ആവശ്യത്തിനും എല്ലാവരും വന്ന് പൊട്ടിച്ചൊക്കെ കൊണ്ടുപോകാറുണ്ട്. നമുക്ക് അത്യാവശ്യത്തിനുള്ള കറിവേപ്പില കിട്ടാറുണ്ട്. നമ്മുടെ വെക്കേഷനൊക്കെ കഴിയാറായി. 10 ദിവസത്തെ വെക്കേഷൻ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ മാർച്ച് 27 നമുക്ക് റിസൾട്ട് വരും. അപ്പോൾ ഇന്ന് നമുക്ക് റിസൾട്ട് നോക്കാനായിട്ട് പോകണം. അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്ത് മേടിക്കണം. അപ്പോഴേക്കും നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ വേഗം ഒതുക്കി വയ്ക്കുകയാണ്. പറമ്പിൽ നമ്മൾ നട്ടതൊന്നുമല്ല, തന്നെ മുളച്ച് കുറച്ച് പയറും കുമ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പയർ പൊട്ടിക്കാറായി തുടങ്ങിയൊരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു 3-4 പയർ കിട്ടും. കുമ്പളങ്ങ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചാമ്പക്കായും ഉണ്ടായി കഴിഞ്ഞു. ഇപ്പോൾ 2-ാം ട്രിപ്പ് വീണ്ടും പഴയതുപോലെ തന്നെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 3-4 കുമ്പളങ്ങയും ഉണ്ടായിട്ടുണ്ട്. ചാമ്പയമേലേക്കാണ് കയറുന്നത് കുമ്പളങ്ങ. അപ്പോൾ എത്ര പയർ നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ പൊട്ടിക്കാൻ കിട്ടും. അപ്പോൾ അത് കേടാക്കി കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പൊട്ടിച്ച് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പോയി റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്ത് മേടിച്ചു. അതിനുശേഷം നമ്മൾ ബുക്സൊക്കെ മേടിക്കാനായിട്ട് പോയി. April 1 ഓപ്പണിംഗ് ആണ്. April 8 ക്ലോസ് ചെയ്യും. പക്ഷേ കുറച്ച് ദിവസത്തെ ക്ലാസ് അല്ലെങ്കിലും ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് നീറ്റായിട്ട് വേണം. അപ്പോൾ അത് നമ്മൾ മേടിക്കാനായിട്ട് പോയി. മോൻ്റെ പുസ്തകങ്ങളൊക്കെ കിട്ടി, മോളുടെ എല്ലാതും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പിന്നീട് ഒരു ദിവസം പോയിട്ടാണ് മോളുടെയൊക്കെ മേടിച്ചത്. മോൻ്റെ പുസ്തകങ്ങളെല്ലാം നമുക്ക് കിട്ടി. പിന്നെ അവർക്ക് പഠിക്കാനുള്ള നോട്ട്സും കാര്യങ്ങളും പെൻ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തു. നോട്ട്സ് ഒരു വർഷത്തേക്കുള്ളതൊരു കിറ്റായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ നമ്മളിടയിൽ മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ബോട്ടിലും ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ചു. ബുക്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യലും സാധനങ്ങളൊക്കെ മേടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചയായി. അപ്പോൾ വിശപ്പ് എല്ലാവർക്കും അതിക്രമിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരാനായിട്ട് നിന്നില്ല. പിന്നെ ഈ ചെറിയ ഹോളിഡേക്കുള്ളിൽ അവരെ പുറത്ത് കൊണ്ടുപോയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. 4 ആളും ബിരിയാണി തന്നെയാണ് കഴിച്ചത്. ചിക്കൻ ബിരിയാണി. കുട്ടികൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരും പറഞ്ഞു ബിരിയാണി മതിയെന്ന്. പിന്നെ ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിയുന്നതോടുകൂടി ഒരു ലൈം ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരും കൂടി വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അവർക്കും ഒരു സന്തോഷം. വീട്ടിലെത്തിയതിന് ശേഷം റിസൾട്ടൊക്കെ വന്ന സന്തോഷത്തിൽ നമ്മൾ പായസം വെച്ചു. ശർക്കര പായസം, നെയ്യ് പായസം എന്നൊക്കെ പറയുന്ന പായസമാണ് വെച്ചത്. അതങ്ങനെ എപ്പോഴും വയ്ക്കാറില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറവാണ് വെക്കണത്. അപ്പോൾ നമ്മൾ കുക്കറിൽ അരി വേവിച്ച് അതിലോട്ട് ആവശ്യത്തിന് ശർക്കര ഉരുക്കി ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു നുള്ളുപ്പും ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും നമ്മുടെ പായസം. നന്നായി കുറുകി വരുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് 1 ടീസ്പൂൺ നെയ്യ്, ഒരു 3-4 ടീസ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി അതിലേക്ക് ചെറുപഴം നന്നായി കട്ട് ചെയ്ത് ചേർക്കുക. മധുരമുള്ള ചെറുപഴം വേണം, പുളിയുള്ളതായ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറുപഴവും 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. പായസം ചൂടാറി കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് കഴിക്കാനായിട്ട് എടുത്തു. പഴം ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും രുചി. നമ്മൾ പായസം തന്നെ കഴിക്കുന്നതിനേക്കാളും ഓരോ ബൈറ്റിലും പഴം കൂടിയും ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ പൊങ്കൽ പായസം എന്നൊക്കെ പറയുന്ന പായസമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഒത്തിരി ഇഷ്ടമാണ്. അടുത്ത ദിവസം നമ്മൾ യൂണിഫോം എടുക്കാനായിട്ട് പോയി.
അപ്പോൾ ഈ വർഷം തൊട്ട് മോൾക്ക് യൂണിഫോം മാറ്റുന്നുണ്ട്. ഇതുവരെ പാവാടിയായിരുന്നു, പിന്നെ തൊട്ട് ചുരിദാറാണ്. അപ്പോൾ ജൂൺ ആകുമ്പോഴേക്കും നമുക്ക് യൂണിഫോം റെഡിയാക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ റെഡിമെയ്ഡ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൊട്ട് തന്നെ ഇടാം. പക്ഷേ അതിപ്പോൾ കുഴപ്പമില്ല, അവർ ജൂൺ ആകുമ്പോഴേക്കും ഇട്ടാൽ മതി പറയും. നമ്മൾ പിന്നെ റെഡിമെയ്ഡ് എടുക്കാറില്ല, തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യണം ചെയ്യാറ്. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ദോശ കഴിക്കാനായിട്ട് കയറി. ഇനിയും കുറച്ച് ബുക്സൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ അത് അടുത്ത ദിവസം മേടിക്കാനും പിന്നെ 1-2 കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. ഞാൻ ചേട്ടനും ഒരേ നെയ് റോസ്റ്റും കുട്ടികൾക്ക് മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നെയ് റോസ്റ്റ് ആദ്യം വന്നു, അവരുടെ വന്നിട്ടില്ല. അപ്പോൾ നമ്മളെ നെയ് റോസ്റ്റ് എന്ന് അവരും കൂടി കഴിക്കുകയാണ്. അവരവരുടെ സാധനം അവരാരും കഴിക്കുന്ന പരിപാടി അല്ലെങ്കിലേ ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ചെയ്തൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അവരവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അവരപ്പുറത്തിരുന്ന് നമ്മളെ ദോശ കഴിക്കുകയാണ്, നമ്മളിപ്പുറത്തിരുന്ന് നമ്മളും കഴിക്കുന്നുണ്ട്. അപ്പോൾ വിശപ്പാഞ്ചാൽ പിടിച്ച് നിർത്താനായിട്ട് പറ്റിയ കാര്യമില്ലല്ലോ. അവരുടെ മസാല ദോശയാണെന്ന് വരാനായിട്ട് ഇത്തിരി ലേറ്റ് ആവുകയും ചെയ്തു. നമ്മുടെ ദോശ പകുതി ആവുന്നതോട് കൂടിയിട്ട് അവരുടെ മസാല ദോശ വന്നു. അപ്പോൾ പിന്നെ അവർ അത് കഴിച്ചു. ഞാൻ അവരുടെ കറി കഴിച്ചു. അവരുടെ മസാലക്കറി നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കറി ഇത്തിരി എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ദോശ കൂട്ടി ഞാനും കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോന്നു. ഇനി സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കലാണ് അടുത്തത്. പുസ്തകങ്ങളൊക്കെ പൊതിയാനുണ്ട്. അപ്പോൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞു, എന്നാലും കുറേ പുസ്തകങ്ങൾ പൊതിയാനുണ്ട്. അപ്പോൾ മോളുടെ പുസ്തകം എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും കുറച്ചേശ്ശെ ഇടവിട്ട് പൊതിയാണ്. ഒന്നിച്ചെല്ലാം കൂടി പൊതിഞ്ഞ് വേഗം കഴിയൂലല്ലോ. അപ്പോൾ കുറച്ച് പുസ്തകങ്ങളത് പൊതിഞ്ഞ് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ പൊതിയാണ്. അപ്പോൾ സ്കൂളിലേക്ക് എല്ലാം നമ്മൾ സാധാരണ ജൂണിൽ ഓപ്പണിംഗ് ആവണ പോലെ എല്ലാം കൊണ്ടുപോകണം. പക്ഷെ നമുക്ക് ഒരു 8 ദിവസത്തെ ക്ലാസ്സുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടൊന്നുമില്ല, ക്ലാസ് പോകണ്ടെന്ന് മാത്രം. പിന്നെ ഹോളിഡേ ഹോംവർക്ക് ഉണ്ടാവും. അതിപ്പോൾ അടുപ്പിച്ചിരുന്ന് ചെയ്യണ്ട, നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കുറച്ചേശ്ശെ 50 ഡേയ്സിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓപ്പണിംഗ് ആകുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് അന്ന് തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവർ അത് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ആ ഡേറ്റിന് കൊണ്ടു ചെന്നില്ലെങ്കിൽ പിന്നെ നമുക്കത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ നമുക്ക് വെക്കേഷൻ ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒഴിവിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ പുസ്തകം കാര്യങ്ങളൊക്കെ പൊതിയലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോഴന്നെ നീറ്റായിട്ട് കൊണ്ടുപോകണം. വെക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ പുസ്തകം കളക്ട് ചെയ്യലും എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. കാരണം ഇനി ക്ലോസ് ചെയ്തിട്ട് ജൂണിൽ ഓപ്പണിംഗ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തിരക്കായിട്ടൊന്നും ചെയ്യാനില്ല. അത്യാവശ്യം വല്ലതും വേണമെങ്കിൽ മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടു. കാരണം നമ്മുടെ പുസ്തകങ്ങളും യൂണിഫോമും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ജൂണിൽ തുറക്കുമ്പോൾ ഈസിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞു, സ്കൂള് റീ ഓപ്പണിംഗ് ആയി. അപ്പോൾ ഒരു 7 ദിവസം ഫുൾ ഡേയും ലാസ്റ്റ് ദിവസം ഹാഫ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കൊണ്ടുപോകാനായിട്ട്. നല്ലോണം വെജിറ്റബിൾസും എഗ്ഗൊക്കെ ഇട്ട് ബിരിയാണി പോലെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് വേറെ സാലഡ് അച്ചാറോ ഒന്നും വേണ്ട. ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി അങ്ങനെ പലഹാരങ്ങളൊക്കെ ആയിട്ട് റൈസ് അല്ലാതെ മറ്റുള്ള ഐറ്റംസ് കൊടുത്തേക്കുമ്പോൾ കുറച്ചധികം കൊടുത്തേക്കും. അപ്പോൾ അവർക്കത് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ എന്നാലും എല്ലാവർക്കും അത് കിട്ടുള്ളൂ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോകാൻ റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.